ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മുകുന്ദനാണോ അയാളോട് പറഞ്ഞത്? എനിക്കതല്ലേ പണി. അവനെ ഗസ് ചെയ്ത് പറഞ്ഞ ചിലപ്പോ ശരിയായതായിരിക്കുമോ? ഇപ്പൊ പെട്ടുപോയേനെ. അച്ഛൻ എന്നെ വിളിച്ചോ? എനിക്ക് പറയാനുള്ളതും കൂടി കേൾക്കാൻ അച്ഛനൊരു അവസരം തന്നതിന് നന്ദിയുണ്ട്. ഞാൻ നിനക്ക് പറയാനുള്ളത് കേൾക്കാനല്ലേ നിന്നെ വിളിപ്പിച്ചത്. എനിക്ക് പറയാനുള്ളത് പറയാനാ. സഞ്ജു ഒരു മണ്ടനാ. നിന്നോടുള്ള പ്രേമം കാരണം അവന് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോലും സാധിച്ചില്ല. പക്ഷേ എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാനും മനസ്സിലാക്കാനും കഴിയും. നീ എന്റെ മരുമോളാവാനായിട്ട് ഒരുപാട് കളികൾ കളിച്ചു. ഇല്ലാത്തൊരു ഗർഭത്തിന് വേണ്ടിയിട്ടായിരുന്നു സഞ്ജു നിന്നെ കല്യാണം കഴിച്ചതെന്ന് അവൻ പോലും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അച്ഛൻ ദയവ് ചെയ്ത് ശാലിനി പറയുന്ന നുണക്കഥകൾ വിശ്വസിക്കരുത്. ഞാൻ ശരിക്കും പ്രഗ്നന്റ് ആയിരുന്നു. അതിന് തെളിവൊന്നുമില്ലല്ലോ. സാരമില്ല, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. നിന്നോട് എനിക്ക് ആരാധന മാത്രമേ തോന്നുന്നുള്ളൂ. സ്വന്തം ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. പക്ഷേ നിന്നെ ദൈവം തോൽപ്പിച്ചു കളഞ്ഞു മോളെ. ഈ കുടുംബത്തിന് ഒരു അവകാശം ഉണ്ടാക്കുക എന്നുള്ളതാണ് നീ ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യം. അതുപോലും നിന്നെ കൊണ്ട് നടന്നില്ല. പിന്നെ എന്തിനാ നിന്നെ പോലൊരു വഞ്ചകയെ ഞാൻ എന്റെ കുടുംബത്തിൽ വെച്ച് ഉറപ്പിക്കുന്നേ? ഞാനും സഞ്ജു ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഇനിയും കുറെ ട്രീറ്റ്മെന്റ്സ് നടത്താനുണ്ട്. പൂർണ്ണമായിട്ടും പ്രതീക്ഷ കൈവിടാറായിട്ടില്ല. നീ വെറുതെ ഓരോന്ന് പറയണ്ട മോളെ. നിന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് ഞാൻ നഗരത്തിലെ ഏറ്റവും നല്ല ഡോക്ടർമാർക്ക് അയച്ചു കൊടുത്തു. നീ അമ്മയാവാൻ 1% പോലും സാധ്യതയില്ലെന്ന് അവര് പറഞ്ഞത്. ഇനിയെങ്കിലും നീ തോൽവി സമ്മതിക്കും മോളെ. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാമല്ലോ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സാമ്രാജ്യം മുഴുവനെ ഏതെങ്കിലും തെണ്ടിപ്പിള്ളേർക്ക് കൊടുക്കാനല്ല. ഇതെല്ലാം എന്റെ ചോരയിലുണ്ടായവര് തന്നെ അനുഭവിക്കണം. അച്ഛാ, ഞാൻ നീ കൂടുതൽ തർക്കിക്കാൻ ശ്രമിക്കൊന്നും വേണ്ട മോളെ. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമേ ഉള്ളൂ. നീ അന്തസ്സായിട്ട് സഞ്ജുവിന് ഡിവോഴ്സ് കൊടുക്കുക. ഡിവോഴ്സോ? ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയാണല്ലോ. അധികം അഭിനയിക്കല്ലേ മോളെ. നീ അവന്റെയും ഞങ്ങളുടെയും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന എല്ലാവർക്കും നല്ലത്. വെറുതെ വേണ്ട. ഇത്രയും കാലം സഞ്ജുവിന്റെ ഭാര്യയായിട്ട് ജീവിച്ചതിന് നിനക്കൊരു തുക എഴുതിയെടുക്കാം. പിടിച്ചോ. നീ ഇത്രയും ബുദ്ധി ഉപയോഗിച്ച് എന്റെ മരുമോളായതല്ലേ, അതിന്റെ പ്രതിഫലമായിട്ട് കണക്കാക്കിയാ മതി. ഞാൻ കാശിന് വേണ്ടി സഞ്ജുവേട്ടനെ ഉപേക്ഷിക്കുമെന്നാണോ അച്ഛൻ കരുതിയ? ഒരിക്കലുമില്ല. കാശ് പോരെങ്കിൽ അത് പറ. അല്ലാതെ അതിന് എന്റെ മുമ്പിൽ കിടന്ന് വെറുതെ പതിവ്രതയായിട്ട് അഭിനയിക്കല്ലേ. എന്നെ നിങ്ങക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല അച്ഛാ. അപ്പൊ നീ എന്റെ മുഴുവൻ സ്വത്തും അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ്. കൊള്ളാം. നിന്റെ ബുദ്ധി കണ്ടിട്ട് എനിക്ക് നിന്നോട് ചെറിയൊരു മതിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു അവസരം നിനക്ക് തന്നത്. പക്ഷേ കളി തോറ്റെന്ന് മനസ്സിലാക്കി കിട്ടുന്നത് കൊണ്ട് പോകുന്നതാണ് നല്ലത് മനസ്സിലാക്കാത്ത നിന്റെ ബുദ്ധിയെ ഞാൻ ആവശ്യത്തിലധികം അതിന് വില വധിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്നെ സഞ്ജുവിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ഡിവോഴ്സ് അല്ലാതെ മറ്റു പല മാർഗങ്ങളും ഉണ്ട്. ഞാനേ ഇനി ആ വഴി ചിന്തിച്ചോളാം. ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവരെല്ലാരും കൂടി എന്നെ കൊല്ലും. മോളെ, ഒന്ന് വേഗം നടന്നു വാ. ആന്റി പൊക്കോ, വീടടുത്തല്ലേ, ഞാൻ നടന്നു വന്നോളാം. ഓ, മോളെ, മോളെ, മോളെ,
അങ്ങനെ പോവല്ലേ. ആന്റി മോളെ കാണാൻ വേണ്ടി നിൽക്കായിരുന്നു. എന്തിന്? അമ്മയെ കുറിച്ച് ഇനിയും കുറ്റം പറയാൻ വേണ്ടിയാണോ? ഹ, അതൊന്നും അല്ല മോളെ. ആന്റി പറയുന്നൊന്ന് കേക്ക്. കൈ എടുക്ക്. എന്റെ വീട് ഇവിടെ തൊട്ടടുത്താ. ഞാൻ ഉറക്കെന്ന് ഒച്ച വെച്ചാലേ ജാനകി ആന്റി ഓടി വന്ന് ലാത്തി കൊണ്ട് അടിക്കും. ആരായി ജാനകി ആന്റി? പോലീസാ. ഓ, മോൾക്ക് സെക്യൂരിറ്റി ഒക്കെ ഉണ്ടോ? നല്ല കാര്യം. കഴിഞ്ഞ തവണ മോള് വീട്ടിലേക്ക് വന്നപ്പോ ആന്റി കുറച്ച് മോശമായിട്ട് സംസാരിച്ചു. അതിൽ ആന്റിക്ക് നല്ല കുറ്റബോധമുണ്ട്. ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ വന്നപ്പോ ആന്റി എന്നെ തല്ലാൻ വാങ്ങിയതല്ലേ. അപ്പോഴേ മനസ്സിലായി എന്നോടുള്ള സ്നേഹം. ഞാൻ ആന്റിയോട് മോശമായിട്ട് സംസാരിക്കാത്തതേ എനിക്ക് ആ വീട്ടില് അച്ഛമ്മയെ കാണാൻ വരാനുള്ളോണ്ടാ എന്ന് കരുതി എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. മോളിങ്ങനെ സംസാരിക്കുമ്പോ ശരിക്കും അച്ഛനെ പോലെ തന്നെ ഉണ്ട്. മോളുടെ അച്ഛൻ ദേഷ്യപ്പെടുമ്പോഴേ ഇതുപോലെ തന്നെ വിരൽ ചൂണ്ടിയിട്ടാ സംസാരിക്കുക. ഞാൻ അച്ഛനെ പോലെയല്ല, അമ്മയെ പോലെയാ. മോൾക്കങ്ങനെ വിശ്വസിക്കാനാ ഇഷ്ടമെങ്കിൽ ആയിക്കോ. ഞാനന്ന് മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി അല്ലൊന്നും പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് മോക്ക് തോന്നില്ലേ? എന്ത് കാര്യം? അമ്മയ്ക്കിപ്പോഴും അച്ഛനെ ഇഷ്ടമാണെന്ന്. ഇത്രയും കാലത്തിനിടയ്ക്ക് അമ്മ എപ്പോഴെങ്കിലും അച്ഛനെ കുറിച്ച് എന്തെങ്കിലും കുറ്റം മോളോട് പറഞ്ഞിട്ടുണ്ടോ? ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഭാര്യമാര് എപ്പോഴെങ്കിലും അങ്ങനെ പെരുമാറോ? അവർക്ക് ഭർത്താവിനോട് ദേഷ്യം ഉണ്ടാവില്ലേ? ദേ, ആന്റി മോളുടെ നല്ലതിനു വേണ്ടിയാ പറയുന്നത്. സ്നേഹമില്ലാത്ത ഒരാളുടെ പുറകെ നടന്ന് ജീവിതം കളയുന്നതിലും ഭേദം അമ്മയ്ക്ക് നല്ലൊരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചൂടെ? മോള് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. GK പോലൊരു നല്ല മനുഷ്യനെ അമ്മ കല്യാണം കഴിച്ചാ മോൾക്ക് നല്ലൊരു അച്ഛനെ കിട്ടില്ലേ? GK ആണ് അമ്മയുടെ ഭർത്താവെങ്കിൽ അമ്മയെ നന്നായി നോക്കില്ലേ? അതിന് അമ്മയുടെ കല്യാണം കഴിഞ്ഞതല്ലേ? അതൊന്നും സാരമില്ല. അമ്മയുടെ അച്ഛനെ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞാ മതി. ഡിവോഴ്സോ? ഈ ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർക്ക് ഡിവോഴ്സ് ചെയ്താ സന്തോഷത്തോടെ പിരിഞ്ഞു പോവാം. അച്ഛനും അമ്മയും ഡിവോഴ്സ് ചെയ്താ സന്തോഷമായിട്ട് ജീവിക്കും. മോളും ആഗ്രഹിക്കുന്ന അത് തന്നെയല്ലേ? അച്ഛൻ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കില്ല. അപ്പൊ അമ്മയോ?